ആലപ്പുഴയിൽ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം, സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുകയാണ്. തിരുവനന്തപുരത്ത് CPMന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് നടക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്നൊരു തീരുമാനമാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതെന്ത് തീരുമാനം എന്നുള്ളതിലാണ്. നമുക്കൊപ്പം PR സുനിലുണ്ട്, റഹീസ് റഷീദുണ്ട്, ഒപ്പം തന്നെ TV പ്രസാദുമുണ്ട്. ഇപ്പോൾ PR സുനിൽ, ഇപ്പോൾ പുറത്തുവരുന്ന പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. D രാജയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ കേട്ടു. നിലപാടിൽ ഒരു ഇഞ്ചും പിന്നോട്ടില്ല എന്നാണ് CPI പറയുന്നത്. അതിനിടയ്ക്ക് റിവ്യൂ ചെയ്യാൻ കുറിച്ചുള്ള നീക്കം, അതാണ് മന്ത്രിസഭയിൽ പറയുന്നത്. പുനഃപരിശോധിക്കണം, ഇത് പിൻവലിക്കണം എന്നുള്ളതാണ് CPIയുടെ ആവശ്യം. CPI സെക്രട്ടേറിയറ്റ് അതിനുള്ള വഴങ്ങാനുള്ള സാധ്യത ഈ നിമിഷം നമ്മൾ കാണുന്നുമില്ല. നിലവിൽ എന്തായിരിക്കും അവസ്ഥ? കാര്യം ദേശീയ തലത്തിൽ തന്നെ വലിയ ചലനമുണ്ടാക്കുമല്ലോ ഈ തീരുമാനം. ഇപ്പോൾ തന്നെ അത് ദേശീയ തലത്തിൽ വലിയ വാർത്തയായി കഴിഞ്ഞു. ലെഫ്റ്റ് പാർട്ടികൾക്കുള്ളിൽ PMCയെ ചൊല്ലിയുള്ള ഭിന്നത എന്ന തലക്കെട്ടോടു കൂടിയാണ് ചില ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായിരിക്കും ഈ CPI നിലപാട് അവരെ കടുപ്പിക്കുന്നതിനുള്ള കാരണം? CPM അതിന്റെ പ്രായോഗികതയെക്കുറിച്ച് പറയുമ്പോൾ CPI അതിന്റെ നയപരമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? PR സുനിൽ. അരുൺ, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് CPM ആയാലും CPI ആയാലും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഇടതുപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യത്യസ്തമാകുന്നത് അതിന്റെ നിലപാടുകൾ കൊണ്ടാണ്. ആ നിലപാടിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കുന്ന ഒരു സമീപനമുണ്ടായാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആശയങ്ങളുടെ തകർച്ചയാകും എന്നാണ് പൊതുവെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. D രാജ ഉൾപ്പെടെയുള്ള നേതാക്കൾ അത് തന്നെയാണ് ഊന്നിപ്പറയുന്നത്. PMCയുടെ കാര്യത്തിലായാലും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിലായാലും നേരത്തെ ഇടതുപക്ഷ പാർട്ടികൾ വളരെ ശക്തമായൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ രണ്ട് പാർട്ടികളുടെയും പാർട്ടി കോൺഗ്രസുകളിൽ ഈ വിഷയത്തിൽ പ്രമേയം അവതരിപ്പിക്കുകയും അത് പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു കാരണവശാലും ദേശീയ വിദ്യാഭ്യാസ നയത്തോട് യോജിക്കാൻ കഴിയില്ല, PMCയോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലപാട് പാർട്ടികൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊരു നിലപാട് എടുത്ത സാഹചര്യത്തിലാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ PMCയിൽ ഒപ്പുവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും എന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പ് നൽകിയ ഒരു സാഹചര്യം ഉണ്ടായത്. അതും CPIയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാകുന്നത് CPIയെ പറഞ്ഞു പറ്റിച്ചു എന്ന ഒരു തോന്നലാണ്. കാരണം LDFൽ ചർച്ച ചെയ്ത ഒരു തീരുമാനമെടുക്കാം എന്ന് പലയാവർത്തി സർക്കാർ ഉറപ്പ് നൽകിയെങ്കിൽ പോലും അങ്ങനെ ഒരു യോഗം വിളിച്ചില്ല. അപ്പോൾ അഭിമാന പ്രശ്നം കൂടിയാണ് CPIക്ക് ഈ വിഷയം. അപ്പോൾ രാഷ്ട്രീയ നിലപാടിന്റെ കാര്യത്തിൽ ഒരു വിഷയം, ഒപ്പം തന്നെ CPIയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം കൂടിയുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിലും CPIയെ സംബന്ധിച്ച് വളരെ ശക്തമായ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിൽ CPI ജനറൽ സെക്രട്ടറി D രാജ ഈ വിഷയത്തിൽ വളരെ ശക്തമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. തങ്ങളുടെ നിലപാട് ഇതാണ്. അതുകൊണ്ട് CPIയുടെ നിലപാട് എന്നത് PMC പദ്ധതിയിൽ ഒപ്പുവെച്ച തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പുറകോട്ട് പോവുക തന്നെ വേണം. അതാണ് ഉറച്ച നിലപാട്. ഇന്നിപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്, നിർവാഹക സമിതി യോഗം ചേരുകയാണ്. അപ്പോൾ ആ യോഗത്തിലും സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനോട് CPIM എങ്ങനെ പ്രതികരിക്കുന്നു, സംസ്ഥാന സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ. ഏതായാലും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും എന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയൊക്കെ തന്നെ നേരത്തെ സൂചന നൽകിയത്. പക്ഷേ അതല്ല CPIയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ പ്രതിഷേധം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം തന്നെ പോകാനായിരിക്കും CPI ഒരു തീരുമാനം എടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു മുന്നണി വിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകും. CPIയുടെ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ ഇതാണ്. അതുകൊണ്ട് PMCയുമായി ബന്ധപ്പെട്ടുള്ള ഭാവിയിലെ പ്രവർത്തനങ്ങളോട്, സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാത്ത ഒരു തീരുമാനവുമായി CPI മുന്നോട്ട് പോകാനുള്ള സാധ്യത ആ നിലയിൽ ഒരു കടുത്ത ഇന്ത്യ മുന്നണിയുടെ തന്നെ നിലപാടുകളെ CPMന്റെ ഈ നീക്കം വെട്ടിലാക്കുന്നു എന്നൊരു അഭിപ്രായം CPIക്കുണ്ടോ ദേശീയ തലത്തിൽ? PR സുനിൽ. അരുൺ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാവോ? അതായത് ഇന്ത്യ മുന്നണി തന്നെ NEPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ബംഗാളിൽ മമതാ ബാനർജി, തമിഴ്നാട്ടിൽ DMK, ഒഡീഷയടക്കം ആദ്യം വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ പിന്നീട് ഇത് പിൻവാങ്ങി. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുള്ള സംസ്ഥാനങ്ങളിൽ പലതും നടപ്പാക്കിയെങ്കിൽ പോലും ചിലത് നടപ്പാക്കിയിട്ടില്ല, വിയോജിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു നയത്തിന്റെ ഭാഗമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം. അതിനെ അംഗീകരിക്കാത്തവരായിരുന്നു ഇന്ത്യ മുന്നണിയിലെ ഭൂരിപക്ഷം കക്ഷികളും. അപ്പോൾ ഈ CPMന്റെ ഈ നീക്കം ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയത്തെ പോലും ദുർബലപ്പെടുത്തുന്നതാണ് എന്നൊരു അഭിപ്രായം CPIക്കുണ്ടോ ദേശീയ തലത്തിൽ?
തീർച്ചയായും ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു സമീപനമായി തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും PM ശ്രീയിൽ ഒപ്പുവെച്ചൊരു സ്ഥിതിയുണ്ട്. അപ്പോഴും DMK ഭരിക്കുന്ന തമിഴ്നാട് ഇതിനോട് അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടില്ല. പശ്ചിമ ബംഗാൾ സർക്കാർ ഈ ഒരു തീരുമാനത്തോട് അനുകൂലിച്ചിട്ടില്ല. അപ്പോൾ തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒക്കെ തന്നെ രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യം ആകെ തന്നെ പൊതുവെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാവ്യവൽക്കരണത്തിന്റെ ശ്രമം നടക്കുന്നു എന്ന നിലപാട് വളരെ ശക്തമായി ദേശീയ തലത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് തന്നെ RSS അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാണ്, വിദ്യാഭ്യാസ മേഖലയാകെ വാണിജ്യവൽക്കരിക്കാൻ വേണ്ടിയാണ് എന്ന ഒരു രാഷ്ട്രീയ ആരോപണം ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. സമീപകാലത്തൊക്കെ തന്നെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലായാലും മധ്യപ്രദേശിലായാലും ഈ സ്കൂളുകളുടെ മെർജിംഗ്, അതായത് സ്കൂളുകൾ മെർജ് ചെയ്തതിന്റെ ഭാഗമായി ഏതാണ്ട് ഈ രാജ്യത്തെ 86,000 വിദ്യാഭ്യാസ സ്കൂളുകൾ അടച്ചുപൂട്ടിയ ഒരു സ്ഥിതിയുണ്ട്. ഉത്തർപ്രദേശിൽ മാത്രം 20,000 സ്കൂളുകളാണ് ഈ ഒരു ക്ലസ്റ്ററുകളായും അതുപോലെ തന്നെ സ്കൂൾ കോംപ്ലക്സുകളായും ഒക്കെ തന്നെ ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളെ ചേർത്ത് വെച്ചപ്പോൾ നിരവധി സ്കൂളുകൾ അടച്ചുപൂട്ടിയത്. അപ്പോൾ ഉത്തർപ്രദേശിൽ 20,000 സ്കൂളുകൾ, മധ്യപ്രദേശിൽ 15,000 സ്കൂളുകൾ, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ 1,200 സ്കൂളുകളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി അടച്ചുപൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ദേശീയ വിഷയം കൂടിയാണ്. അപ്പോൾ ഈ ദേശീയ വിഷയത്തിൽ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ലംഘനം കേരളത്തിൽ സംഭവിച്ചു എന്നാണ് CPI പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാട് ലംഘിക്കപ്പെട്ടു. അതാണ് CPIയുടെ പ്രശ്നം. ാണ് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വലിയ പൊളിറ്റിക്കൽ സസ്പെൻസ് ഡ്രാമയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഒന്ന്, തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിവരങ്ങളുമായിട്ട് റോഷിപാലും റഹീസ് റഷീദും ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും തത്സമയം CPI എക്സിക്യൂട്ടീവിന്റെ നിർണായക തീരുമാനങ്ങളുമായി TV പ്രസാദും ശരത്തും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുമൊപ്പം ദേശീയ തലത്തിൽ ഇപ്പോൾ D രാജയുടെ അടക്കമുള്ള പ്രതികരണങ്ങളുമായി പിയാസുലും പ്രേക്ഷകർക്കൊപ്പം ചെയ്തിട്ടുണ്ട്. PMCയിലെ പൊളിറ്റിക്കൽ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്.